أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തോടൊപ്പം ആഗോള വിജയവും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് നടപ്പാക്കാനും അതിലേക്ക് ദ്രുതഗതിയിൽ നീങ്ങാനും ശിക്ഷണപരമായ ബലഹീനതകളെ ദൂരീകരിക്കാനും കാലത്തിൻ്റെ ഖലീഫമാർ സമയാസമയങ്ങളിൽ വിവിധങ്ങളായ പദ്ധതികൾ ജമാഅത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ജമാഅത്തിന് മുമ്പിൽ സമർപ്പിച്ച പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ പദ്ധതിയാണ് വഖഫെ ജദീദ്. തൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് ജമാഅത്തിന് മുന്നിൽ വന്നേക്കാവുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നേരിടാനും ഗ്രാമപ്രദേശങ്ങളിലെ പ്രബോധനങ്ങൾക്കും അതേപോലെ നവാഗതരായിട്ടുള്ള അഹമ്മദികളുടെ ശിക്ഷണത്തിനുമായി തുടക്കം കുറിച്ച ഈ അനുഗ്രഹീത പദ്ധതിയെ സംബന്ധിച്ച് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ വഖഫെ ജദീദ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു പ്രവാചകൻ്റെ ആഗ്രഹം ദൈവിക ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും യുക്തിഭദ്രവുമായിരിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് വഖഫെ ജദീദ് എന്ന് പറയുന്നത്. ഖലീഫ സാലിസ് റഹ്മത്തുള്ളാഹി പറയുന്നു, നമ്മുടെ ജമാഅത്തിലെ എല്ലാ പദ്ധതികളുടെയും ലക്ഷ്യം ഇവിടെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ മാരിഫത്ത് അഥവാ ദൈവജ്ഞാനം കരസ്ഥമാക്കുക, അള്ളാഹുമായൊരു ബന്ധം നമുക്കുണ്ടാക്കി തീർക്കുക, അത് മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വം ലോകത്ത് സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വഖഫെ ജദീദും അതിൽപ്പെട്ടതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം അവസാന സമയങ്ങളിൽ രോഗാവസ്ഥയിലായിരുന്ന സമയത്താണ് പറയുന്നത്, യേ കാം ഖുദാ തആല കാ ഹൈ, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഓർ ജറൂർ പൂരാ ഹോക്കർ രഹേഗ, അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. മേരെ ദിൽ മേ ചൂങ്കെ ഖുദാ തആല നെ യേ തഹ്രീക് ഡാലി ഹൈ, എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഈ പദ്ധതി ഇട്ടിരിക്കുന്നതിനാൽ, തുടർന്ന് പറയുന്നു, എനിക്കെൻ്റെ വീടോ വസ്ത്രമോ വിൽക്കേണ്ടി വന്നാലും ഞാൻ ഈ കടമ നിറവേറ്റുന്നതാണ്. അഥവാ ജമാഅത്തിലെ ഒരംഗം പോലും എന്നെ പിന്തുണക്കുന്നില്ലെങ്കിൽ അത്തരക്കാരെ അള്ളാഹു വേർപെടുത്തുന്നതാണ്
എന്നെ സഹായിക്കാൻ ആകാശത്തു നിന്ന് മലക്കുകളെ അള്ളാഹു ഇറക്കുന്നതാണ്. അതിനാൽ ഞാൻ ഒരിക്കൽ കൂടി ധനത്യാഗത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് എത്രത്തോളം അഭിവൃദ്ധി നൽകുന്നുണ്ടോ നിങ്ങൾ ജമാഅത്തിൻ്റെ പുരോഗതിക്കായും അകമഴിഞ്ഞ് ചെലവ് ചെയ്യുക. നമ്മളുടെ ഇപ്പോഴത്തെ ഇമാം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസ്തി പറയുന്നു, വഖഫെ ജദീദ് ഇത്ര നൽകണമെന്ന് നിബന്ധനയൊന്നുമില്ല. എത്ര ദരിദ്രനാണെങ്കിലും കഴിവനുസരിച്ച് അതിൽ പങ്കാളിയാവുക. പങ്കാളിയാകുമ്പോൾ നിങ്ങൾക്ക് ദുആ ലഭിക്കുന്നു, മലക്കുകളുടെ ദുആ നിങ്ങൾ കരസ്ഥമാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മഹുല്ലാ പറയുന്നു, ഇമാമിൻ്റെ ജോലി ജമാഅത്തിന് മുമ്പാകെ നിർദ്ദേശം വെക്കുക എന്നതും ജമാഅത്തിൻ്റെ ജോലി ആ നിർദ്ദേശത്തെ നടപ്പിലാക്കുക എന്നതുമാണ്. അതുപോലെ ഹുസൂർ ഒരു ഖുത്ബയിൽ ഒരു വഖഫെ സിന്ദഗിയുടെ സ്വപ്നം വിവരിച്ചുകൊണ്ട് പറയാണ്, ഈ ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു മേശയുടെ പോലെയാണ്. അതിൻ്റെ വിവിധ പദ്ധതികളാണ് അതിൻ്റെ കാലുകൾ. അങ്ങനെ അതിൻ്റെ ഒരു കാല് അത് വഖഫെ ജദീദിൻ്റെ കാലാണത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മറ്റു കാലുകൾക്ക്, കാരണം ഇതിന് ബാലൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ കാലിനോട് പറയാണ്, നീ കുറച്ചൊന്ന് സ്പീഡ് കുറക്കണം, ഈ വേഗത കുറക്കണം, വളർച്ച കുറക്കണം. ആ സമയത്ത് ഈ കാല് മറുപടി നൽകുകയാണ്, ഞാൻ വളരേണ്ട വേഗതയിൽ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് അതിലേക്കാൾ കുറച്ചായിട്ട് എനിക്ക് വേഗത കുറക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഹുസൂർ പറയാണ്, ഈ ഒരു വേഗത ധനത്യാഗത്തിൽ മാത്രമല്ല, മറിച്ച് ദുആകളിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലുമുണ്ട് എന്ന് ഹുസൂർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മരണത്തിന് മുമ്പായി, നേരത്തെ ഇവിടെ അമീർ സാഹിബ് പറഞ്ഞതുപോലെ എന്താണോ നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മരിക്കാനാകുന്ന സമയത്ത് ആളുകൾക്ക് എന്തായാലും തോന്നും, ഈ സ്വത്ത് ഇന്ന ആൾക്കുള്ളതാണ്, ഇത് ഇന്ന ആൾക്കുള്ളതാണ് എന്നൊക്കെ എഴുതി വെക്കും. ഹുസൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തായാലും അത് അയാൾ വിട്ടുപോകുന്നതാണ്, അത് അയാളുടെ സ്വത്തല്ല, ഇനി അതെന്തായാലും മറ്റുള്ളവർക്കുള്ളതാണ്. അപ്പം അതിനു മുമ്പാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്തിൽ നിന്നും നിങ്ങളുടെ ധനത്തിൽ നിന്നും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടതാണ്. നമുക്കറിയാം, വഖഫെ ജദീദിൻ്റെ കീഴിൽ തബ്ലീഗ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ താലീം പ്രവർത്തനങ്ങളും തർബിയത്ത് പ്രവർത്തനങ്ങളൊക്കെ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി മുഅല്ലിമീങ്ങളെ അയക്കുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസിൻ്റെ കാലഘട്ടത്തിൽ ഈ രീതിയിൽ ഗ്രാമങ്ങളിലേക്കൊക്കെ, അവിടെ ജമാഅത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാവില്ല. ആ സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ വഖഫെ ജദീദിൻ്റെ കീഴിൽ പറഞ്ഞയച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് അവർ, കാരണം ഒരു തരത്തിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല, ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് ഹുസൂർ പറയുന്നത്, അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്കെന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മളതിൽ സേവനം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഇമാം ഒരു ഖുതുബയിൽ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഫ്രാൻസിലെ ഒരു അഹമ്മദി, നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ ഹുസൂർ തിരുമനസിൻ്റെ വഖഫെ ജദീദിൻ്റെ ഖുതുബ കേട്ട് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ധനത്യാഗത്തിൻ്റെ സംഭവങ്ങളും അതിൽ അവർക്കുണ്ടായ ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചാണ് ഹുസൂർ പറയാറുള്ളത്. ഇത് കേട്ടിട്ട് ഈ അഹമ്മദിക്ക് തോന്നി,
എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം ആ സമയത്ത് വളരെ പ്രയാസത്തിലായിരുന്നു. എത്രത്തോളം പ്രയാസം എന്ന് വെച്ചാൽ അദ്ദേഹം ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നു. ബാങ്കിൽ നിന്ന് അതിനെതിരെ നോട്ടീസ് വന്നു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചടക്കാത്തതെന്നൊക്കെ ചോദിച്ച് നോട്ടീസ് വന്ന് അവിടുന്ന് ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യോഗം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആരോ ഒന്നൊരു 20 യൂറോ കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം അത് പോക്കറ്റിലിട്ടു. അങ്ങനെ സെക്രട്ടറി സാഹിബ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന സമയത്ത് ഇദ്ദേഹം ഉടനെ തന്നെ ആ 20 യൂറോ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം പിന്നീട് പറയുകയാണ്, അതിനുശേഷം എനിക്ക് ബാങ്കിൽ നിന്ന് ഫോൺ വന്നു. അദ്ദേഹം പറഞ്ഞു അത് ഇനിയും ബാക്കി പറയാനായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അവിടുന്ന് വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഫോൺ കോൾ ഉള്ളത്. പറഞ്ഞത് താങ്കൾക്ക് ഈ എല്ലാ രീതിയിലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ആ ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുകയുണ്ടായി. അത് ഒഴിവാക്കണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവർ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടുന്ന് സംസാരിച്ചത്. പിന്നെ അദ്ദേഹത്തിനൊരു 600 യൂറോ അതിന് ശേഷം ജോലി സംബന്ധമായി അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം പറയുകയാണ്, അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. ഞാൻ ചിന്തിക്കാത്ത രീതിയിലാണ് എനിക്ക് ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയത്. അതുപോലെ തന്നെ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ രീതിയിൽ അള്ളാഹു ഞാൻ ചിന്തിച്ചതുപോലുള്ള ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലും അള്ളാഹു ഉണ്ടാക്കി തന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് ഹുസൂർ തിരുമനസ് എടുത്തു പറയുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. ഖലീഫത്തുൽ മസീഹ് റാബി റഹിമഹുല്ല പറയുകയുണ്ടായി, ഈ ഒരു പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തന്നെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക, ത്യാഗങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഈ ത്യാഗങ്ങൾ സ്വീകരിക്കപ്പെടുമാറാകണം. യഥാർത്ഥത്തിൽ ഇതാണ് ഒരു അഹമ്മദിയത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതായത് ത്യാഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടക പ്രഭാഷകൻ പറഞ്ഞതുപോലെ ത്യാഗമില്ല എങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദികളാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കഴിയുന്ന പരമാവധി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജാഹിദു ബി അംവാലിക്കും അംഫുസിക്കും, നമ്മുടെ ജീവൻ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ധനം കൊണ്ടും നമ്മൾ ത്യാഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഹുസൂർ പറയാണ്, ഇതിലൂടെ നിങ്ങൾക്ക് ദുആ സ്വീകാര്യതയുടെ സ്ഥാനം കരസ്ഥമാകുന്നു. അതുപോലെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഹുസൂർ പറയാണ്, എനിക്ക് അമേരിക്കയിൽ നിന്നൊരു കത്ത് വന്നു ഒരു സഹോദരൻ്റെ. അദ്ദേഹം കത്തിൽ ഹുസൂറിന് എഴുതിയതാണ്, ഹുസൂർ എനിക്ക് ഇന്ന സ്വത്തുക്കളാണുള്ളത്. ഈ സ്വത്തുക്കൾ എല്ലാം തന്നെ മുഴുവനും തന്നെ ഞാൻ താങ്കൾക്ക് നൽകാൻ തയ്യാറാണ്. താങ്കൾ പറഞ്ഞാൽ അത് ആ രീതിയിൽ ഞാൻ നൽകുന്നതാണെന്ന് ഹുസൂറിനോട് ഖലീഫത്തുൽ മസീഹ് റാബി റഹിമഹുല്ലാഹു തആലാനോട് പറയുന്നു. നമ്മൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണിച്ച ആ ഉദാത്തമായ മാതൃക ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അഹമ്മദിയ ചരിത്രം വിളിച്ചോതുന്നത്. ഹുസൂർ പറയുന്നു, വഖഫെ ജദീദ് അതിൻ്റെ ധനത്യാഗങ്ങളെ സംബന്ധിച്ച് ഈ രീതിയിൽ അതിൽ ത്യാഗം ചെയ്ത ആളുകളുടെ സംബന്ധിച്ചും ഒക്കെ ഞാൻ വിളംബരം ചെയ്യാറുണ്ട്. എന്നാൽ ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും ഉണ്ടായിത്തീരേണ്ടതാണ്. നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്. നമുക്കറിയാം, ഈ നിർബന്ധ ചന്തകൾക്ക് അതിന് ഷറഹുണ്ട്, ഇത്ര ശതമാനമാണ്, ഇത്ര തോതാണ് നൽകേണ്ടത് എന്ന്. പക്ഷേ ഇവിടെ നഫലിയായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള ചന്തകൾക്ക് എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് നൽകുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടും നൽകാൻ സാധിക്കുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഫർള് നമസ്കരിക്കുന്നതും സുന്നത്ത് നമസ്കരിക്കുന്നതും ഒന്ന് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരിക. കാരണം ഫർള് നമ്മൾ വളരെ പെട്ടെന്ന് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അതിന് കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത് ആ രീതിയിലാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. പക്ഷേ
നഫലുകൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും സുദീർഘമായിരുന്നു. കാലിൽ നീര് വരുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കരിക്കുന്ന അവസരത്തിൽ. ഇതാണ് നഫലിൻ്റെ അല്ലെങ്കിൽ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളുടെ പ്രത്യേകത. അപ്പം നമുക്ക് എന്താണോ സാധിക്കുന്നത്, നമ്മുടെ ഈമാൻ അനുസരിച്ച് നമുക്ക് എന്താണോ സാധിക്കുന്നത്, ആ രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ ചെലവുകൾ ചെയ്യാൻ സാധിക്കുന്നു. അത് ആ രീതിയിൽ ചെയ്യുന്ന അനുഭവങ്ങളും നമ്മൾ കാലത്തിൻ്റെ ഖലീഫയുടെ ഖുതുബകളിൽ കേൾക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് നിർബന്ധ ചന്ത ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര കൊടുക്കണ്ടല്ലോ എന്ന് തോന്നേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയും അതിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ നഫലായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള ചന്തകൾ കൊടുക്കുകയും ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. നമുക്കറിയാം, ഇവിടെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായിട്ടുള്ളതും അതുപോലെ ഈ ജമാഅത്ത് സ്ഥാപിതമാക്കിയിട്ടുള്ളതും ഒക്കെ തന്നെ ദൈവത്തെ തിരിച്ചറിയാനും ആ ദൈവവുമായി നമുക്ക് ഓരോരുത്തർക്കും ബന്ധമുണ്ടാക്കി തീർക്കാനുമാണ്. അതിന് ഇന്ന് ഇത്തരത്തിലുള്ള ഈ ഹുസൂർ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജമാഅത്തിൻ്റെ മുമ്പാകെ വെക്കുന്നതും യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ അതിൽ പങ്കാളികളായിക്കൊണ്ട് അതിലൂടെ മുന്നേറുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാനും ആ ദൈവവുമായൊരു ബന്ധമുണ്ടാക്കാനും സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹു പറയുന്നത് തന്നെ നിങ്ങളുടെ നഫ്സ് കൊണ്ട് ചെയ്യുന്ന ജിഹാദിനേക്കാൾ മുമ്പായി പറയുന്നത് ജാഹിദു ബി അംവാലിക്കും, പിന്നെയാണ് അംഫുസിക്കും എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ധനത്യാഗം ചെയ്യേണ്ട കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ കാലഘട്ടം ജീവൻ ത്യാഗം വരിക്കേണ്ട കാലമായിരുന്നു. ഇന്ന് നമ്മൾ മുന്നാകെ കാലത്തിൻ്റെ ഖലീഫമാർ വെക്കുന്ന പദ്ധതികൾ വെക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ന്യായങ്ങളും കണ്ടെത്തിക്കൊണ്ട് ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പിന്മാറുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്താണ് നമ്മൾ ഉണ്ടായിരുന്നതെങ്കിൽ അന്ന് യുദ്ധത്തിന് ക്ഷണിക്കുന്ന സമയത്ത്, ജീവൻ നൽകാൻ തന്നെ ക്ഷണിക്കുന്ന സമയത്ത് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരൊന്ന് പരിശോധിച്ച് നോക്കുക. വിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് അവരിൽ നിഫാക്ക്, കപടതയുണ്ട് എന്നാണ്. ഒരുപാട് ആയത്തുകളുണ്ട്. അപ്പം നമ്മളുടെ ചെയ്തികൾ കൊണ്ട്, നമ്മളുടെ ന്യായങ്ങൾ കൊണ്ട്, നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള ഗണത്തിൽ ഉൾപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. എത്രത്തോളം നമ്മൾ അള്ളാഹുമായി ബന്ധമുണ്ടാക്കുന്നുവോ അതിനനുസരിച്ചാണ് അള്ളാഹു നമ്മളോടും പെരുമാറുന്നത്. ചില ആളുകൾ കരുതും, ഞാൻ കുറേ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്കൊന്നും ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല എന്നൊക്കെ ചിലർ ചിലപ്പോൾ കരുതും. കാരണം നമ്മൾ ഒരു കാര്യം മാത്രം പോരാ, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ആ ഒരു വിശ്വാസം. ഇപ്പം നമ്മൾ വിശുദ്ധ ഖുർആനിലെ മുത്തക്കിങ്ങളുടെ അടയാളം തന്നെ പറയുന്നത് യുഅ്മിനൂന ബിൽ ഗൈബ്, പിന്നെയാണ് യുഖീമൂന സ്വലാത്ത്, പിന്നെയാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അപ്പം ആ രീതിയിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും റെഡിയാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കുമ്പോഴാണ്. ഇപ്പം ഏതൊരു നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ നോക്കുക, ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടിയെ ശിക്ഷിക്കുന്നത് അവനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഒരു കുട്ടി ഏറ്റവും നല്ല കാര്യം ചെയ്താൽ ആ കുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അവനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളായിരിക്കും. ഇതുപോലെ നമ്മളുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ശിക്ഷ കിട്ടണമെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിലും ആ രീതിയിൽ നമ്മൾ അള്ളാഹുമായുള്ളൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ധനത്യാഗം എന്ന് പറയുന്നത് അതിനുള്ളൊരു മാർഗം കൂടിയാണ്. ഇപ്പോൾ സാധാരണ പറയാറുണ്ട് വരമ്പത്ത് കൂലി എന്നൊക്കെ പറയാറുണ്ട്. ആ രീതിയിൽ അള്ളാഹു ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങളിലും കാണുന്നത്. അത് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഹുസൂർ തിരുമനസ് പറയാറുണ്ട്, ഈ ചന്ത കൊടുക്കുന്ന ആളുകൾ, കൃത്യമായിട്ട് ചന്ത കൊടുക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ അന്വേഷിക്കാറില്ല ഈ ചന്ത എന്തിനാണ് ചിലവാക്കുന്നത്, നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ എന്തിനാണ് എന്നൊന്നും അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള വിമർശനങ്ങളൊന്നും നടത്താറില്ല. പക്ഷേ കൊടുക്കാതിരിക്കുകയും എപ്പോഴെങ്കിലും എന്തൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലാണ് ഈ എല്ലാ രീതിയിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുഅ്മിനൂന ബിൽ ഗൈബ്, അത് നമ്മൾ ദൃഢമാക്കുക, അള്ളാഹുമായുള്ള ആ വിശ്വാസം അതാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് പോവുകയില്ല. എന്താണോ കൽപ്പന വരുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിലാണ് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും കരസ്ഥമാക്കാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബത്ത് ആ രീതിയിലുള്ള മാതൃക കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആ രീതിയിലുള്ള അനുഗ്രഹങ്ങളും അവർക്ക് നൽകി. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടു, അവൻ്റെ സാമീപ്യം അവർക്ക് കരസ്ഥമാവുകയും ചെയ്തു. പിന്നെ നമ്മൾ ഈ ബജറ്റൊക്കെ എഴുതാൻ വേണ്ടി സെക്രട്ടറിമാർ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്
നമുക്ക് ആ സമയത്താണ് ഓർമ്മ വരിക നമ്മുടെ എന്തൊക്കെ ചെലവുകളാണുള്ളത് എന്ന്. അതായത് വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. അതായത് ആ ചെലവുണ്ട്, ഈ ചെലവുണ്ട്, മറ്റേതുണ്ട്. അപ്പം ഇതിൻ്റെ പഴയത് എത്രയായിരുന്നു? അത്രയാണ്, അതിനേക്കാൾ കുറച്ചും കൂടി കുറച്ചാളിയെന്ന് പറയും. അതല്ലെങ്കിൽ അത്ര തന്നെ എഴുതിയാൽ മതി എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വമിമ്മ റസഖ്നാഹും, നാം ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള, അള്ളാഹു ആണ് നൽകുന്നതെന്നുള്ള ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ്. മറിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള ആ ബോധമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. കാരണം ഖുർആൻ പറയുന്നു അശ്ശൈത്താൻ യഅ്ദുകുമുൽ ഫഖർ, നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും ശൈത്താൻ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ഈ ശൈത്താന് നിങ്ങൾക്ക് തോന്നിയമാതിരി ചെലവഴിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ സുഹൃത്തായിരിക്കും, നീ അതിന് ചെലവാക്കിക്കോ, ഇതിന് ചെലവാക്കിക്കോ, എല്ലാ രീതിയിലും ചെലവാക്കിക്കോ, ഇവിടെ കൊടുക്കരുത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കരുതെന്ന് പറയും. അപ്പം ഈ രീതിയിൽ നമ്മളെ എല്ലാ രീതിയിലും വഞ്ചിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ആ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നത് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ശൈത്താനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇത്തരത്തിലുള്ള ദുർവ്യയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹുസൂർ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഈ ഭൗതിക ലോകത്ത് ഈ ജമാഅത്തിനോ അല്ലെങ്കിൽ മതങ്ങൾക്കൊന്നും നൽകാതെ സുഖലോലുപതയിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാ അനുഗ്രഹവും കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് വലിയ വലിയ സൗകര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളുണ്ട്, ഇവിടെ ചിലപ്പോൾ കൊടുക്കുന്ന ആൾക്കാർക്കും ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടും. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അങ്ങനെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അവർക്ക് ഭൗതികമായിട്ടുള്ള ആഡംബരങ്ങളും കാര്യങ്ങളും അവർ വലിയ അനുഗ്രഹത്തിലൊക്കെ ആണെന്ന് നിങ്ങൾ കാണുമെങ്കിലും അവരുടെ ഉള്ളിൽ നീറ്റലും പുകച്ചിലുമാണ്. നിങ്ങൾ അവരുടെ രൂപം മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ അവരുടെ ഉള്ളാണ് കാണുന്നത്, അവരുടെ അന്തരംഗങ്ങളാണ് ഞാൻ ദർശിക്കുന്നത് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു. യഥാർത്ഥത്തിൽ അതാണ് അവസ്ഥ, നമ്മൾ അവരുടെ ഉള്ളിൽ അവസ്ഥ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ ത്യാഗങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ലക്ഷ്യമാകുന്നത്, പ്രകടമാകുന്നത് നമ്മുടെ തഖ്വയാണ്. ആ തഖ്വയുടെ നിലവാരം ഉയർത്താനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.